പൊരിഞ്ഞ ചൂട്. അതുകൊണ്ട് നമ്മ തണുപ്പും തേടി എത്തി ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടത്തേക്ക് സ്ഥലത്തിന്റെ പേര് പാലക്കയം തട്ട്. തണുപ്പുണ്ടോ കണ്ടു നോക്കാം. നമ്മളെ ചക്കായി പറയും. So bright, baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how. Fuego en el aire, burning high, feel the heat. Bajo el sky, baila, baila, sin parar. Shake your body, shine like stars. Baila, baila, മാപ്പിന്റെ ആവശ്യമൊന്നുമില്ല. അവരൊക്കെ ഒന്ന് ബോർഡ് തിരിച്ചു വെച്ച ഡൗട്ട് ഉണ്ട്. അത് മുകളിലേക്ക് കയറുന്ന മര്യാദ പോകുമ്പോ പണ്ട് ശംസീർ നമ്മേരം പോയത് ഓർമ്മയില്ല. നമുക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലല്ലോ. ജീവേ, നമുക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്റെ ഹൈ റേഞ്ച് മുട്ടി ഹൈ ഇയറിലെ ഫസ്റ്റ് ഇയറിലെത്തിയുണ്ട്. വീഡിയോ മുകളിലോട്ട് പിടിച്ചോ. മൂവിങ് ഒന്നും നടക്കില്ല. ഇതല്ലേ സിനിമാറ്റിക് ആയതുകൊണ്ട്. വണ്ടി അടക്കം കിട്ടണം കേട്ടോ നമുക്ക്. ഓനപ്പുറത്തെ വണ്ടി കവിട്ടി നിന്ന് തന്നെ വായിക്കും. അതല്ല കാലി വണ്ടിയാകുമ്പം അല്ലെങ്കിൽ ഇത് ഇതിലിട്ടിട്ടേ പോകാൻ പാടുള്ളൂടാ. അവൻ ഇറങ്ങി പോകുന്നില്ലേ? അങ്ങനെ ഇറങ്ങി പോയാൽ ബ്രേക്ക് ഫെയിൽ ആവില്ലേ? പിന്നെ ആ വണ്ടി അതല്ല അങ്ങനെ ഇറങ്ങി പോരുത് വണ്ടി. എഞ്ചിൻ ഗിയർ ഫസ്റ്റ് ഗിയർ അതിലിട്ടിട്ട് വണ്ടി നമ്മൾ ഇതാക്കാൻ പാടുള്ളൂ. ഇങ്ങനത്തെ സ്ഥലം ചാടി പിടിച്ചിറങ്ങിയെന്നുണ്ടെങ്കിൽ കാലി വണ്ടിയാലും ചവിട്ടി നിൽക്കണ്ടാ. വണ്ടി ടയർ സ്കിഡായ പോയില്ലേ. ഇവിടെ നല്ല വീതിയാക്കിയിട്ടുണ്ടേ. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഹൈ റേഞ്ചെല്ലാം ഇറങ്ങി വരുമ്പോൾ വളരെ സ്പീഡ് കുറച്ച് സാവധാനത്തിൽ ബ്രേക്ക് ചവിട്ടി ചൂടാക്കാണ്ട് ഫസ്റ്റ് ഗിയർ താങ്ങിയിട്ട് വരണം കേട്ടോ, അല്ലെങ്കിൽ വല്ല അപകടമുണ്ട്. ഹോം സ്റ്റേക്ക് സ്വിമ്മിംഗ് പൂൾ അതാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതാ നമ്മൾ കയറി വന്ന സ്ഥലം നോക്കിക്കോ. ഇതാണ് നമ്മളെ നാട്ടിലെ എന്താ പറയല്ലേ. ഇതാ കുട വരാൻ തുടങ്ങി കേട്ടാ. വീട് കണ്ട മനസ്സിലായി. നമ്മൾ കയറി വന്ന സ്ഥലം അങ്ങനെ താഴെ റോഡ് കണ്ട ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് കാണുമ്പോൾ തന്നെ പേടിയാണ് കേട്ടോ. വീടെടുക്കുമ്പോൾ തന്നെ പറക്കുന്നു. നമുക്കതിൻ്റെ വലിയ ധൈര്യമൊന്നുമില്ല. എല്ലാവരും പറയുന്നുണ്ട് വണ്ടിയോടെ എന്താ സാഹസികം കാണിക്കും. പക്ഷേ ഇത് കാണുമ്പോൾ പേടിയോ. വൈബ് തന്നെ. വരുമ്പോൾ ഏകദേശം നാട്ടിൽ 38-39 ഡിഗ്രി ആ ലെവൽ ചൂടുണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഒറ്റയടിക്ക് ചൂട് കുറഞ്ഞ് ഇവിടെ ഏകദേശം 30 അതിൻ്റെ ഉള്ളിൽ 29 അറേഞ്ച്. ചൂടേ ഇല്ല കേട്ടോ. ഡെയിലായിട്ട് ഒരു അടിപൊളി. ഇതിൻ്റെ മുകളിൽ കയറിയിട്ടൊന്ന് നോക്കാം.
ഫേവറേറ്റാ സാധനം അക്ഷയ ചെറുകി വെച്ചേക്കുന്നു കൈമൂന്ന് പോയാൽ തന്നെ 50,000 പാറക്കടിച്ച് തന്നെ അതൊക്കെ കൊണ്ടേ ചൂടൊന്നുമില്ല, ചൂടെല്ലാം വളരെ കുറവാണ്. നല്ല നാട്ടിൽ ചൂടുകൊണ്ട് രക്ഷയിട്ടായിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മസൂര നല്ല തണുപ്പുണ്ട്. ഇന്നലെ മഴയുണ്ടായിരുന്നൊരു കോടയും മഴയിലുണ്ടെന്നാണ് പറഞ്ഞു. നോക്കാം, പക്ഷേ ആരോഗ്യമില്ലവർ വന്നാൽ ഇങ്ങോട്ട് വേഗം പണി കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വഴി കാണുന്നില്ലേ ബാക്കിൽ, അറിവില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം നല്ല കുന്നും നല്ല കയറ്റമാണ്, പാതേ അളവും. ഇതെല്ലാം നമ്മളെ ചെങ്ങൈമാരാണ്. ഒരാൾ ഗൾഫിൽ നിന്ന് വന്നിനി പോണത്രേ, യുദ്ധവും കുഴപ്പമല്ലേ. ഇവൻ പിന്നെ വന്നിട്ട് 2 ദിവസത്രേ. ഏറ്റവും ശക്തമായ യുദ്ധം നടക്കുന്ന നാട്ടിലാണ്. അങ്ങനെയല്ല വേറെ ഇല്ലേ, അവിടെയാണ് നടക്കുക. മിസൈലും പേരിലും പോട്ടലും ഒന്നും പറയണ്ട. അനുസരിക്കണം കുറച്ചുകൂടെ നാട്ടിൽ നമ്മൾ പഠിക്കണ്ട. അയ്യോ പുറത്തുനിന്ന് അത്തരം വരെ കഴിഞ്ഞില്ലേ. ക്യാമറ ഫ്രെയിം വേണ്ട മുകളിൽ, അതാണ് പറക്കാൻ തട്ടിൻ്റെ ക്യാമറ ഫ്രെയിമേ. മുമ്പേ വന്നതിന് മുമ്പേ വീഡിയോ ചെയ്തിന്. പക്ഷെ നാട്ടിലിപ്പം ചൂടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, അത്രയും ചൂടാണ്. 37, 38 വീടിപ്പം 28, 29. ഇനി കുറച്ച് ആദ്യം പോയി ഒരു സെറ്റപ്പ് കേട്ടോ. ഇത് ഫോട്ടോ പോയിന്റ് കേട്ടാ. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് എവിടെയാണെന്നിപ്പോൾ വെള്ളിക്കെല്ലാം പൊട്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ മാറിയതാണ് അങ്ങോട്ടേക്ക്. ഇരിക്കുന്ന സ്ഥലം പേടിയാന്ന് ചാരാൻ. അവിടുത്തെ പൂത്താറ്റ് ശരിക്കില്ലെങ്കിൽ ചാരുമ്പോൾ ഒറ്റ പൊന്തലുണ്ടെങ്കിലും നമ്മൾ കൊണ്ടുള്ളതായിരിക്കുന്നു. നമ്മൾ വിട്ടുന്നുണ്ടപ്പാ. പൊളിസാണ് കേട്ടോ. അടിപൊളി. എല്ലാവരും തന്നെ പുതക്കുന്നുണ്ടാ? പുതപ്പിനകത്തല്ല, ഒരു ഏരില്ല. അത് പറഞ്ഞതാ. പാലക്കാം തട്ട് കണ്ണൂർ ക്യാമറ, പാലക്കാം തട്ട് ഫ്രെയിം. ഇത് പോയിരുന്നോ ഫ്രെയിമിൽ ആണെങ്കിൽ? സാധാ അങ്ങനെ പിടിക്കും. ആ ഫ്രെയിം പോയിരിക്കും. അങ്ങനെ പിടിച്ചിട്ട് നല്ലാണ്ട് ബാക്കിലാവും. ഇതുപോലത്തെ ഒരു ഫ്രെയിം അങ്ങ് മുകളിലുണ്ട്, അങ്ങനെ ടോപ്പിൽ. അടുത്തേക്ക് നടന്നിട്ടാൽ നടക്കാൻ ഞാൻ കാണുന്നില്ല. മടി, ഞാൻ നടക്കുന്നില്ല. ഇതിന് മുകളിലേക്ക് നടന്നാൽ കുറച്ച് പണിയുണ്ട്. അല്ല, ഇതിന് മുകളിലേക്ക് നടന്നാൽ കുറച്ച് പണി വേണം. എല്ലായിടത്തും വെച്ചിട്ട് അവൻ്റെ ക്യാമറ പൊന്നുമില്ല, കൊള്ളുന്നുമില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മുടെ ടൈമർ ഓണാക്കി വെച്ചിട്ട് വന്നാ കറക്റ്റ് ടൈമിന് കൊള്ളൂലേ. ഫോട്ടോ എടുത്തിട്ടുണ്ടാവുക. കല്ലിങ്ങനെ വരുന്ന ഫോട്ടോ വേണേ അല്ലേ? ക്യാമറമാനായിട്ട്
ഇത് ഭാവിയിൽ വരും. എന്നാലും നമുക്ക് നോക്കാം. അയ്യെ പോയിട്ട് താഴെ കൊണ്ടുപോയി കൊണ്ട് തന്നെ പറ്റിയായിരുന്നില്ല. വീട്ടിൽ എടുക്കുമ്പോഴത്തേന് യുവാവ് ധാരണാന്തിയൊന്നും 10 വരാനാകാൻ പറ്റും. സൂര്യൻ മഞ്ഞ നിറം